കേസുകളിൽ പ്രഭവ കേന്ദ്രം തേടി പോലീസ്. കോഴിക്കോട് കുന്നമംഗലത്തെ MDMA കേസിൽ മുഖ്യപ്രതിയായ നൈജീരിയൻ പൗരനെ നോയിഡയിൽ എത്തി പിടികൂടി. കുന്നമംഗലം കാരന്തൂരിലെ ലോഡ്ജിൽ നിന്ന് MDMA പിടികൂടിയ കേസിലെ മുഖ്യപ്രതിയാണ് പോലീസിന്റെ വലയിലായത്. ഫ്രാൻസിക്സിയ എന്ന നൈജീരിയൻ സ്വദേശിയെ നോയിഡയിലെത്തി പോലീസ് പിടികൂടുകയായിരുന്നു. നേരത്തെ പിടിയിലായ ടാൻസാനിയൻ സ്വദേശികളിൽ നിന്നാണ് ഫ്രാൻസിക്സിയെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ഒരു ഫാർമസിസ്റ്റ് ആയിട്ടൊരാളെ ആണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുക്കിംഗ് ആയിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധിച്ച് വരികയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾ എവിടെയായാലും അവിടെ പോലീസ് എത്തുന്നതാണ്. ഡൽഹിയിൽ നോയിഡയിൽ പോയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പല അക്കൗണ്ടുകളും മ്യൂൾ അക്കൗണ്ടുകളാണ്. നമ്മൾ പലപ്പോഴും ചെറിയ ലാഭത്തിന് വേണ്ടി 1000, 500, 1000 കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ അക്കൗണ്ട് എടുത്ത് കൊടുക്കുകയാണ്. ആ അക്കൗണ്ടിലൂടെ വളരെ ലക്ഷക്കണക്കിന് രൂപയാണ് അക്കൗണ്ടിൽ മറിയുന്നത്. 32 മ്യൂൾ അക്കൗണ്ടുകളാണ് ഞങ്ങൾ ഇതിനു വേണ്ടി പിടിച്ചത്. കൊണ്ടുവന്ന പ്രതിയുടെ കയ്യിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളാണ് പിടികൂടിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 3 ATM കാർഡ് ഉണ്ട്, 7 സിം കാർഡുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ഇയാളുടെ പേരുടെ അല്ല, ഇയാളുടെ കയ്യിൽ നിന്ന് സാധനം കിട്ടിയോണ്ട് മാത്രമാണ് ഇയാളുടെ കയ്യിൽ പൊസിഷനുള്ള കാര്യം പറയാൻ പറ്റുന്നത്. ജനുവരി 21 നടന്ന പരിശോധനയിൽ 227 ഗ്രാം MDMAയുമായാണ് മുസമ്മിൽ, അഭിനവ് എന്നിവർ പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തതിലൂടെ മുഹമ്മദ് ഷമീൽ എന്നയാളിലേക്കും തുടർന്ന് ടാൻസാനിയക്കാരായ ഡേവിഡ് എന്നബി, അക്ക ഹറൂണ എന്നിവരിലേക്ക് പോലീസ് എത്തി. കേസിൽ കൂടുതൽ പേർ പിടിയിലാവാനുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജനം, കോഴിക്കോട്.